സോ ഫസ്റ്റ് പാർട്ട് നിങ്ങളെല്ലാവരും ഫസ്റ്റ് പാർട്ടോ സെക്കൻഡ് പാർട്ടോ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അതിൻ്റെ നേപ്പാൾ നമ്മൾ എത്തിയിട്ടുള്ള ഒരു ഫുൾ വ്ളോഗായിരിക്കും ഈ ഒരു വീഡിയോയിൽ വരുന്നത്. സോ ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ABC ആയിരിക്കും. സോ ABCയുടെ മേ ബി ഞാൻ അടുത്തൊരു അനദർ പാർട്ടായിട്ടായിരിക്കും മേ ബി ഇടുന്നത്. സോ ഈ ഒരു വ്ളോഗിൽ ആക്ച്വലി നേപ്പാളിലെ വിശേഷങ്ങൾ, നമ്മൾ പൊക്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്, അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അവിടെ കാണുന്നതാണ് നേപ്പാൾ ബോർഡർ. അതായത് നമ്മൾ സൊനാലി വരാതെ അവിടെ പോലീസ് ഇതെന്താണ് ഇതെന്താ എഴുതിയിരിക്കുന്നത്? ഗൈസ്, അപ്പൊ നമ്മള് ബാഗൊക്കെ ചെക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. ഇവിടെ കാണിക്കണ്ട, പട്ടാളക്കാരൊക്കെ ഉണ്ടായിരുന്നു. ബാഗ് ചെക്ക് ചെയ്തു, ID കാണിച്ചു. ആദ്യം ക്യാമറ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഫ്രണ്ടിൽ പോയ ഒരാളുടെ എന്താ ചെയ്യണമെന്നൊക്കെ പിടിച്ചിട്ട് ആ ഫോണിലുണ്ടായിരുന്ന ഫുട്ടേജ് ഒക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. സിം എടുക്കാൻ വന്നേക്കാണ്. ഹായ് പോലോ. ഇവിടെ ഒരു ചേട്ടൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പം ഈ പിള്ളേരെ അടുത്ത് നിൽക്കണുണ്ടോ? മലയാളിയാണ് കേട്ടോ. ഹായ് പറയൂ. എവിടെന്നാ? ഞങ്ങള് മലപ്പുറം. ഹായ് ബോലോ. ഹലോ. ഹായ് ബോലോ. तुम नहीं बोल रहे? हाय करो. നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്യാണ് കേട്ടോ. മണി എക്സ്ചേഞ്ച് ചെയ്യാണ്. ആൻഡ് നമ്മൾ നമസ്തയുടെ ഒരു സിം എടുക്കുന്നുണ്ട്, എൻസെല്ലിന്റെ ഒരു സിം എടുക്കുന്നുണ്ട്. സോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണി എക്സ്ചേഞ്ച് കഴിഞ്ഞിരിക്കും. സിം എടുത്തോണ്ടിരിക്കുകയാണ്. ഇനി എന്റെ സിമ്മാണ് എടുക്കാൻ. ടയർഡായിട്ടിരിക്കുകയാണ് ഫേസൊക്കെ. ഇവിടെ കുഴഞ്ഞു നിൽക്കുന്ന ഗഞ്ചു. എനിക്ക് തല ഒരു മഴയും. നമ്മളുടെ സിം ഫോണിൽ നമ്മുടെ ബസ് വരാൻ ടൈമായി. അതുകൊണ്ട് നമ്മൾ ഫാസ്റ്റായിട്ട് ബ്രോ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. അത് കളയല്ലേ? നേപ്പാളിലേക്ക് കയറി കഴിഞ്ഞ കേട്ടോ. അവിടെ സെക്യൂരിറ്റിയും പോലീസൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊന്നും പുറത്തെടുക്കാത്തത്. കാരണം വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരപ്പം തന്നെ അവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ടാണ്. പിന്നെ പൈസ എക്സ്ചേഞ്ച് ചെയ്തു. 2 സിം എടുത്തു. നമ്മൾ 3 പേരുണ്ട്. 2 സിമ്മാണ് എടുത്തത്. എൻസെല്ലാണ് കിട്ടിയത്. നമസ്ത കിട്ടിയില്ല. പക്ഷേ നമസ്ത എടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങോട്ട് പോകുന്ന വഴിയിൽ വേണമെങ്കിൽ നമുക്ക് ഒരാൾ എടുത്തിട്ടില്ല, അപ്പം ഒരാൾക്ക് നമസ്ത എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ പൈസയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. നമ്മൾ ടോട്ടൽ ഇന്ത്യൻ റുപ്പീസ് 35,000 മാറി. നമുക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 50 അബോവ് നേപ്പാളി റുപ്പീസ് കയ്യിലുണ്ട്. ഓക്കെ, കണ്ടോ? ഇവിടെ നിന്നാണ് നമുക്ക് ബസ് കയറാനുള്ളത്. ഇനി നമുക്ക് അവിടെ ഒരു എത്ര ഡിസ്റ്റൻസ് ഉണ്ടടി? അവിടെ ഒരു എത്ര 8 hours, 7 to 8 hours നമുക്ക് ഇനി പോവാണ്ട്. ബസ്സിൽ പോവാണ്ട് ഗൈസ്, ബസ്സിൽ പോവാണ്ട്. ചേട്ടാ സീനാണ് കേട്ടോ ഈ മാമൻ പറഞ്ഞു. അപ്പൊ കലിപ്പൊക്കെ വിലപേശലാണ് നടക്കുന്നത് ഗൈസ്. ഒന്നും അറിഞ്ഞൂടാത്ത നമ്മളാണ്. ഈ ചേട്ടാ സീനാണ്. ചേട്ടൻ വൻ കലിപ്പ്. ट्रैवलर जो खड़ा था ना, वो क्या बोलता है, वही ऐसी गाड़ी दिखा कि 800 बोल रहा था। मैं आपको कुछ नहीं बोला, मैं बोला पीछे वाला 800 बोल रहा था, वही बोला। वही मैं बोल रहा हूँ। आपको बारी आएगा आराम से, तो हमको लगेगा तो हम आएंगे वापस। अभी आपको पेट्रोल को लोग बताएंगे, ये बताएंगे से ज़्यादा पैसा लग जाएगा, ये मानिए आप। आपको पैसा अगर उधर मेरे को गाड़ी चेंज करना ना, और रास्ता में मैं पहुंचने के टाइम गाड़ी रहेगा, गाड़ी वहाँ इधर स्टाफ जा रहा लगी रहती है। नहीं, मेरी बात ऐसे सीधा बोलता हूँ।
अगर मेरे को थोड़ा उतारेगा बाद में बोलेगा बाद में गाड़ी आते हैं। जब आपको बैठा देगा तब आप पैसा देंगे। हाँ ना वो आपके साथ दिया जाएगा। अब बैठा दे तो पैसा देना। अरे बात मेरी सुनिए ना। पैसा मध्य वंडी की एरिया पैसा देता। ഓക്കെ ഓക്കെ ദാറ്റ്സ് ഫൈൻ. अभी थोड़ा देर टिकट ले लिए, टिकट वहाँ ले लीजिए। उसके बाद अरे यार गोपाल रुको ना। उधर जाके बाद आपको बैठा देगा तब ये गाड़ी। पैसा उधर दे। ഇവിടെ നേപ്പാളിൽ വന്ന് നിൽക്കുവാണ്. हिंदू सीता हमारा हमारा ഈ വണ്ടി ഞങ്ങളുടെ എന്ത് തേങ്ങയാവും. അപ്പൊ ഈ ചേട്ടൻ ഹിന്ദിക്കാരനല്ലേ ഈ ചേട്ടൻ? सारा दिन दे പിന്നെ ആ മാമ കലിപ്പനാണ്. സോ ദാറ്റ്സ് വൈ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ. ചായ പറഞ്ഞു കേട്ടോ. ഇപ്പം ഒരു 6 മണി ഓൾമോസ്റ്റ് ആയെന്ന് തോന്നുന്നു. ഇവരൊക്കെ ചത്ത് നിൽക്കുകയാണ്, ഞാനും ചത്ത് നിൽക്കുകയാണ്. ബസ് ടിക്കറ്റ് എടുക്കാനാണ് കേട്ടോ. 178 കേരള ഇതാണ് നമ്മളെ ടിക്കറ്റ്. അന്നുണ്ടാവില്ല അത് പോലും പറയില്ലല്ലോ ഇനി സീറ്റ് വൈര് കൂടും പറയും. പക്ഷെ അത് ബാക്കിലാണ് വീണ്ടും ഇതാണ് നമ്മുടെ ബസ് വന്നിട്ട്. കുറേ ലൈറ്റും പണ്ടാരമൊക്കെ ഉണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഏറ്റി ഞങ്ങൾ പോകാം. ബസ്സൊക്കെ കൊള്ളാം, ഓക്കെയാണ്. ലേക്ക് പോവുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് നമ്മൾ 7 or 9 എനിക്ക് വേറൊരു ബസ്സിൽ സംഭവം മാറ്റുന്നൊക്കെ പറഞ്ഞു. ഒരുമാതിരി ടെററിസ്റ്റ് എക്സ്പീരിയൻസ് 3 മണിക്ക് വേറെ ഒരു ബസ് എടുത്തു. വേറെ ഏതോ സ്ഥലത്ത് വേറെ ബസ്സിൽ കയറ്റിയിട്ട് അറൗണ്ട് 6-7 മണിയാകുമ്പോഴത്തേക്കും പൊക്ര ഓർമ്മക്കാര ആ സ്ഥലത്തെത്തും. ഓക്കെ, സോ അടുത്ത ബസ് മേ ബി AC ഒക്കെ ആയിരിക്കും എന്ന് അറിയത്തില്ല. ഇപ്പൊ നല്ല സുഖമുണ്ട്. എന്തായാലും ആണെങ്കിൽ അവിടെ ഒന്ന് എത്തിയാൽ മതി. എന്നിട്ട് ബാഗ് ഒക്കെ ഒന്ന് വെച്ച് സെറ്റിലാവണം. ആദ്യത്തെ മെയിൻ പരിപാടി. ഇനി കുറച്ച് കഴിയുമ്പോ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്റ്റോപ്പിൽ നിർത്തും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. ഒരു 20 minutes later. അതുകൊണ്ട് അധികം ഫുഡ് കഴിക്കണ്ടെന്നാണ് നമ്മള് ബാക്കിലത്തെ ഏറ്റവും ബാക്കിലത്തെ സീറ്റിലാണ്. സോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര ജർക്കിംഗ് ബാക്കിലാണല്ലോ, അതുകൊണ്ട് കുറച്ചൊക്കെ കഴിച്ചാൽ മതി. ബാക്കിലാണെങ്കിൽ നട്ട്സും സംഭവമൊക്കെ ആയിട്ട് നമ്മളത് കുറച്ചെടുത്തിട്ടുണ്ട്. ഈത്തപ്പഴമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഓറഞ്ച്, പിന്നെ ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ് ഒക്കെ മിക്സ് ആയ ഒരു ബോക്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ എന്തെങ്കിലുമൊക്കെ വിശപ്പ് വരികയാണെങ്കിൽ അതൊക്കെ വരിപ്പറക്കി കഴിക്കാന്നുള്ള പ്ലാനിനാണ്. പാതിരാത്രി ഓക്കെ. ഇപ്പൊ കുറച്ച് കഴിക്കാം, ബാക്കി പിന്നീട് വിശക്കായി വെഞ്ചല് വിശക്കുമല്ലോ. അപ്പൊ ബാക്കി സാധനങ്ങൾ കഴിക്കും. ഒരു ഓറഞ്ചും. നമുക്കിനി ഫുഡ് കഴിക്കാൻ നിർത്തുമ്പോഴത്തേക്ക് എന്താണ് കഴിക്കാൻ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോഴും ബസ്സിലാണ്, ബാക്ക് സീറ്റാണ്. ഒടുക്കത്തെ കുലുക്കമെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നേക്കാളും വലിയ കുലുക്കമാണ്. കുലുങ്ങി വലിയ കോമഡി എന്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളത് AC ബസ്സാണല്ലോ. പക്ഷെ ഇവിടുത്തെ റോഡൊക്കെ നല്ല കിഡില റോഡാണ്, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിടക്കുവാണ്. അപ്പൊ പോകുന്ന വഴി AC ബസ് ആയതുകൊണ്ട് തന്നെ ഫുൾ വിൻഡോസും ക്ലോസ് ആണ്, ചിലതൊക്കെ ഓപ്പൺ ആണ്. ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഏറ്റവും ബാക്ക് ആയതുകൊണ്ട് ബാക്ക് സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഇതിൽ എവിടെയോ ഒരു പൊട്ടലോ എന്തോ ഓപ്പൺ ആണ്. അപ്പോൾ ഈ പൊടി പോയത് മൊത്തം ഇവിടെ അകത്ത് കയറിയിട്ടുണ്ട്. ബാക്ക് സീറ്റ് ആയതുകൊണ്ട് ഫുൾ പൊടിയായിട്ടുണ്ട്. അതാണ് അതിലും വലിയ കോമഡി. അതുകൊണ്ടാണ് മൊത്തം ചുറ്റിക്കിട്ട് പോയിരിക്കുന്നത്. പിന്നെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള തലവേദന ഫീൽ ചെയ്യണുണ്ട് എനിക്ക്. മൈന്യൂട്ടായിട്ടുള്ള ടൈമിംഗ് വ്യത്യാസമുണ്ട്. ഒരു 15 20 മിനിറ്റ്സിൻ്റെ അകത്ത് ഒരു ടൈമിംഗ് വ്യത്യാസമുണ്ട്. അത് നമ്മുടെ ഫോണിൽ ടൈം ഒരു 15-16 മിനിറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ വാച്ചിലെ ടൈം വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ ടൈമാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. അത് പുതിയൊരു അറിവായിരുന്നു, നമുക്കറിയത്തില്ലായിരുന്നു. ആക്ച്വലി നമുക്കത് അറിയത്തില്ലായിരുന്നു. സോ ഇപ്പോഴാണ് അറിഞ്ഞത്. 50-20 മിനിറ്റ്സ് ആ ഒരു ടൈം വ്യത്യാസമുണ്ട് നേപ്പാളും ഇന്ത്യൻ ടൈമിങ്ങും തമ്മിൽ. ഇനി ഒരു 10-30 ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ നിർത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്നും എനിക്കറിയത്തില്ല. നല്ല ഒടുക്കത്തെ കുലുക്കമാണ്. എങ്ങനെ ഫുഡ് കഴിച്ചോണ്ട് എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല.
1500 രൂപയ്ക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ബസ്സിൽ. സീറ്റും ബാക്കിലാ, മൊത്തത്തിൽ പെട്ടിരിക്കുക. പണിഞ്ഞതാണോ എന്ന് തന്നെ ഡൗട്ടുണ്ട്. ഇത്തിരി അടിയായി ഓൾമോസ്റ്റ് അവിടെ. അപ്പൊ അവര് നിങ്ങൾ കയറി, നിങ്ങൾ വേറെ ഈ റേറ്റിലൊക്കെ വേറെ പോയി നോക്ക്, ആരും കിട്ടത്തില്ല, ആരും തരത്തില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം എങ്ങനെയെങ്കിലും നമ്മൾ കയറിയതാ. അങ്ങനെ പണിഞ്ഞ അവര് പറയാൻ പറ്റത്തില്ല, കാരണം ഇത് ഓൺലൈനായിട്ട് ചാർട്ട് ചെയ്ത ഒരു സീറ്റ് ഫ്രണ്ടിലുണ്ട്. അപ്പൊ ബാക്കി വന്നത് ഏറ്റവും പിറകെയാണ്. ഞങ്ങള് മലയാളികൾ മൊത്തം ബാക്കിലിരിക്കുവാണ്. അപ്പുറത്ത് അവര് മലപ്പുറംകാരാണ് ഞങ്ങളുടെ സൈഡിൽ ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ ഗൈസ്, മോഷൻ സിക്നസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ് കൈൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞത്. ഈ ആപ്പ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാം. അതായത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യാം. കാരണം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇനി ഏത് ആപ്പ് എടുത്താലും ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ റൗണ്ട്സ് ഇങ്ങനെ കണ്ടോ, നിങ്ങൾ ഈ റൗണ്ട്സ് കണ്ടോ, ഇതിങ്ങനെ കിടക്കും ഏതെടുത്താലും. ഇതൊരു ഇൻഫർമേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കിത് അറിയത്തില്ലായിരുന്നു, എന്റെ കൂടെ വന്നവരാ പറഞ്ഞത്. സോ അതെ, നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് എന്നെ പോലുള്ള ആൾക്ക് മൈഗ്രെയിൻ ഒക്കെ ഉള്ള ആളാണെങ്കിൽ എനിക്ക് ഫോൺ എടുത്താൽ പണിയാണ്. അന്നും എനിക്ക് ഫസ്റ്റ് ഡേ വന്നപ്പോഴും വൊമിറ്റ് ചെയ്യാൻ കാരണം തന്നെ തലവേദന എടുത്തതാ. ഞാൻ എട്ടത്തിരുന്ന് ഫോൺ നോക്കി തലവേദന എടുക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് അന്ന് പണിയായത്. അപ്പൊ ഇത് ഒരു നല്ല യൂസ്ഫുൾ ആപ്പാണെന്ന് തോന്നുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. രാത്രിത്തെ 10:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ബസ്സിലാണ് വന്നത്. ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല തലവേദന ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. വണ്ടിയിലിരുന്ന് കുലുങ്ങി ബാക്ക് സീറ്റിലും കൂടെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു. ഒരു ചായ കുടിച്ചാലേ ശരിയാകത്തുള്ളൂ. Oh my God. നാളെ പോയി ഒരു ഉറക്കം ഉറങ്ങണം. എങ്ങനെയൊക്കെ ഇരുന്ന് അത് ഉറങ്ങി വരും. നല്ല കിട്ടുന്ന റോഡ് കയറും, വീണ്ടും അപ്പം തന്നെ ചാടി നിൽക്കും. അങ്ങനെ ഒന്നാമതൊരു ലൈഫ് സ്ലീപ്പർ. അത് മാത്രമല്ല ബാക്കിലും കൂടെ ആയതുകൊണ്ട് തല തട്ടിയിട്ട് ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയാ. ഉറങ്ങാൻ പിന്നെ രാത്രി എങ്ങനെ ഉറങ്ങുമെന്നൊന്നും അറിയത്തില്ല. നല്ല നെക്ക് പെയിനും എല്ലാം ഉണ്ട്. കാരണം ബാഗ് തൂക്കിയിട്ടുള്ള ഒരു ഇവിടുന്ന് കയറിയപ്പോ തന്നെ പണിയാണ്. ഈ നമ്മളാണ് ABC പോവാൻ നിൽക്കുന്നത്. ഇനി ഫുഡ് കഴിച്ചിട്ട് ഫുഡ് ഞാൻ എന്താണ് നോക്കട്ടെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. ഗൈസ്, അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ബസ്സിൽ കയറാൻ പോവുകയാണ്. വെള്ളമൊക്കെ തന്നിട്ടുണ്ട്. इंडिया से आपका मेहमान സമയം എത്രയുണ്ട്? 1:45 ശരിക്കും ഭയങ്കരമായിട്ട് ബസ്സാണെങ്കിൽ മറ്റേ കുതിര പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിഞ്ഞൂടാ. ഫ്രണ്ടിൽ എല്ലാരും ഉറങ്ങുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇതിലൊരു ചേട്ടൻ ഉറങ്ങിയിട്ടില്ല ഇതുവരെ. ഞാൻ എപ്പോഴും എണീറ്റാലും ആ ചേട്ടൻ നോക്കുമ്പോ ചേട്ടൻ ഫോണിലാ. ചേട്ടൻ ഉറങ്ങിയിട്ടില്ല. പക്ഷെ നമ്മളെല്ലാരും പറയുന്ന സെയിം ആണ്. കുതിര പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ബസ്. വണ്ടികൾ പോകാൻ തുടങ്ങിയിട്ട് കണ്ടോ ഗൈസ്, ഇത് ടയറൊക്കെ ഇവിടെ തട്ടി നിൽക്കുകയാണ്. ടയർ ആക്ച്വലി ഇതിൽ തട്ടി നിൽക്കുകയാണ് കേട്ടോ. ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ പൊക്രയിലേക്ക് പോണത്. സോ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് നമ്മള്. ബസ് നമ്മൾ നടന്നു പോവുകയാണ്. ശരിക്കും പറഞ്ഞ അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അടുത്ത ബസ് ഇനി എപ്പോ വരുമോ? ആ ബസ്സിന്റെ അവസ്ഥ ഇനി എന്താണെന്ന് അറിയത്തില്ല.
സോ ഇത്രയും നേരം ഞാൻ കുടിച്ചതിൽ ബെസ്റ്റ് ചായ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചായ കുടിച്ചു കഴിഞ്ഞു, ഞാൻ കുടിച്ചു കഴിഞ്ഞു, അവൾ കുടിച്ചു കഴിഞ്ഞില്ല. നമ്മൾ ടാക്സി പുറത്ത് വന്ന്, ടാക്സിയോ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. സോ ഈ ബസ്സിലായിരിക്കും പോകുന്നത്, ഇതിലാണ് പോകുന്നത്. നമ്മുടെ ലഗേജൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് കയറിയാൽ മതി. ഗൈസ്, അത് മലയാണ് കേട്ടോ, ഇത് മലയാണ് കേട്ടോ, ഇത് മലയാണ് ഗൈസ്. സൂപ്പർ അല്ലേ ഗൈസ്? റിയലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. രാവിലത്തെ വ്യൂ എന്നാ കിട്ടിലോസ്കി. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എക്സൈറ്റ്മെന്റ്സ് ഒക്കെ വരുന്നത് ആക്ച്വലി പുറത്തേക്ക്. സീരിയസ്ലി ഭയങ്കര രസമുണ്ട്. നോക്കൂ മല. ഇത് പക്ഷെ ഇതിലത്ര കിട്ടുന്നില്ലല്ലോ നമ്മള് കണ്ണുകൊണ്ട് കാണുമ്പോ. സൂപ്പർ. ഇതാണ് കേട്ടോ നമ്മള് പോണ അങ്ങ് മൗണ്ടൻ ടോപ്പിലൊക്കെ ഇതുണ്ട്, നെസ്റ്റല്ലേ വീട് ഉണ്ടോ. പിന്നെ ഇവിടെ നോക്ക്, ഒരു അടുത്തെത്തിയപ്പോഴത്തേക്ക് ഇറക്കി വിട്ട്, എന്നിട്ട് അടുത്ത ബസ്സിൽ കയറി. അടുത്ത ബസ്സിൽ കയറി. ഇവരെ ഞാൻ എവിടെയോ എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച് കണ്ട പരിചയം. ഗൈസ്, നമ്മള് പൊക്ര വന്ന് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇവിടെ അടുത്തടി ഇറക്കിയാണ്, കാരണം നമ്മള് ഹോട്ടലിൽ നോക്കുന്ന ടൈമില് പല പേര് വന്ന് അറ്റാക്കിയാണ്, ഇത്ര രൂപയ്ക്ക് തരാം അത്ര രൂപയ്ക്ക് തരാന്ന് പറഞ്ഞിട്ട്. സോ അതൊക്കെ അവർ ഡീൽ ചെയ്യാണ്. ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് പെർ പേഴ്സൺ ആണോന്ന് അറിയത്തില്ല, 1000 bucks നേപ്പാളി റുപ്പീസ് അതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നോക്കൂ, സൈഡിൽ നോക്കൂ, അതിന്റെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവര് തമ്മില്. ഇവിടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും റൂമിന്റെ കാര്യങ്ങൾ നോക്കാം എന്തായാലും. സോ ഗൈസ്, അവര് പോയിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഗിയറൊക്കെ വാങ്ങാൻ പറ്റും. അപ്പം ഇതാണ് നമ്മളെടുത്ത ഹോട്ടൽ മയൂർ. കേട്ടോ നമ്മൾ എടുത്ത ഹോട്ടല്. ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. നമ്മുടെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. എങ്ങനെയാണ് നമ്മൾ നൈസ് ടോയ്ലറ്റ്, കിട്ടില്ല വ്യൂ, കിടിലാണ്. ഇവിടുത്തെ വ്യൂ ആണ് ഭയങ്കര കിടലം വ്യൂ. ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. ആൻഡ് ഓൾസോ ഈ സൈഡിൽ ഒരു വിൻഡോ ഉണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ബാൽക്കണി ഒക്കെ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഗൈസ് നമ്മുടെ റൂം. ഫ്രഷായി ഇപ്പൊ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഡാം സൈഡ്, വി ആർ ഗോയിങ് ടു ഡാം സൈഡ്. ലേക്ക് സൈഡിന്റെ അടുത്താണ്. ഇവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ ലേക്ക് സൈഡിലേക്ക്. അല്ല, ആക്ച്വലി 32 minutes ഉണ്ട്. 7 minutes എന്ന് പറഞ്ഞാൽ ലേക്കിന്റെ സൈഡിലോട്ട്. ലേക്ക് സൈഡ് പോകാൻ ആ ഒരു ഇതാകുള്ളൂ. നമ്മൾ ഡാം സൈഡ് പോകാൻ. ഒരു കുട്ടിയെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതോ, അവിടെ ആ സ്കൂട്ടറിൽ നിൽക്കുന്ന കുട്ടിയാണ് ഗൈസ്. കജ്ജുവിന് ഫോട്ടോ എടുക്കാൻ കേട്ടോ ഗൈസ്. അവള് ഫോട്ടോ രണ്ടെണ്ണം വെച്ച് 2-2 വന്നത്. സോ പോകുന്ന വഴിക്ക് നമുക്ക് നോക്കാം. ഈ ചേച്ചി ട്രക്കിങ്ങിന് ഇപ്പോഴേ പോയി തുടങ്ങി, ട്രക്കിങ്ങിന് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കിടിലം ഫോറിനേഴ്സും കിടിലം പെമ്പിളയും എല്ലാവരും ഉണ്ട് ഗൈസ്. ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമാണ്. മേ ബി അത് കോപ്പി ആണോ എന്ന് എനിക്ക് അറിഞ്ഞില്ല, പക്ഷെ ക്വാളിറ്റി വൈസ് നമുക്ക് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് അച്ഛാ ക്വാളിറ്റി. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. തെർമലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ
നല്ല ക്വാളിറ്റി തേർമലാണ്. എനിക്ക് ഞാൻ വാങ്ങിയേക്കാളും അതിൻ്റെ കൊള്ളാൻ തോന്നുന്നു. സോ ഇതൊക്കെയാണ് ട്രാക്ക് പാൻറ്റും. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. സോ ഇവിടെ വന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. ഏതാണ്? Indian, right? Kerala. Yes. Yes. So one Nepali lady YouTuber, she'll visit in Kerala. So I see there is Kerala people are so kind. ഫ്രീ സൈസ് നമ്മൾ അപ്പുറത്തെ കണ്ടത് തന്നെ. അങ്ങനെ ബാഗും കൂടി തൂക്കാം. മറ്റൊന്നുമില്ലേ നമ്മൾ അവിടെ കണ്ടത്? then is smaller size and this is quality finish. Cheaper plastic low quality also come. 75 liter bag. No, this is not. So you need rain cover. Rain cover how much? 75 liter is big bag. അത് പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ പോവുകയാണ് ഗൈസ്. ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇപ്പൊ ഇവിടുത്തെ ടൈം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്നാലും നമുക്ക് ഗിയറും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് നേരത്തെ ഇറങ്ങിയതാണ്. സോ ഇത് കഞ്ചു അവിടെ പോസ് ചെയ്യാണ്. എനിക്കെല്ലാം ലൂസ് ആക്ച്വലി. സോ this one rate? This also 750. This is also good. ഗൈസ്, അപ്പം ഈ ഹാറ്റ് ഞാൻ വെച്ച് നിങ്ങൾ കണ്ടല്ലോ, ഇത് നമുക്ക് മടക്കി വെക്കാൻ പറ്റും ഗൈസ്. നോക്കുക, ഭയങ്കരമായിട്ട് കുഞ്ഞായിട്ടിരിക്കും കണ്ടോ. 750 rupees ആണ്. അതുകൊണ്ട് പയ്യെ അങ്ങ് വെക്കാം. പയ്യെ കേട്ടോ ഇത് ഇതെങ്ങനെയാ ഇതിങ്ങനെ എണ്ണതാണ്. ഫേസ് മാസ്ക് നമുക്ക് ട്രക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എനിക്ക് ലൂസാ ആക്ച്വലി. എത്ര രൂപയെന്നറിയാവോ? 850 or 750. പക്ഷേ സൺ പ്രൊട്ടക്ഷൻ പക്ക ആയിരിക്കും. ബാഗിന്റെ സൈസ് എത്ര? അതെനിക്കറിയില്ല. നമ്മള് ഈ മലയിലാണ് കേട്ടോ പോകുന്നത്. ഉണ്ട് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഇതൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ ഗൈസ്. വേറെ അന്നപൂർണ ഗൈസ്. അന്നപൂർണ ഇതെനിക്ക് വാങ്ങണമെന്നുണ്ട് ഗൈസ്. അന്നപൂർണ ഇസ് ഹിയർ. 120. ആ വാങ്ങിക്കേ. 3 pieces go how much? 120 last price. एक पीस 120. एक पीस നമുക്ക് വേറെ വെക്കാം. നിക്കടെ നോക്കിയിട്ട് വാ ഗൈസ്. ഇവിടെ കണ്ടോ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് വാങ്ങിയിട്ട് പോകാനായിട്ടുള്ള ഒത്തിരി സമയമില്ല ഷാപ്സ്. നമ്മുടെ ലേക്ക് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ലേക്കാണ് കേട്ടോ. ഇത് വലിയ ലേക്കാണ്. നേപ്പാൾ ടൂറിസം ബോർഡിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കഞ്ചു നർഗിസ് ഫോട്ടോ എടുത്തിട്ടില്ല. സോ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഇവിടെയൊക്കെ അടിപൊളിയായിട്ടോ കാണാനൊക്കെ. അത് അവിടെ കടലാസടി പൂത്ത് കിടക്കുന്നത് ഭയങ്കര ഭംഗി. സൂം ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇതാണ് മാക്സിമം സൂം. ഇല്ലായിരുന്നു ഞാൻ കാണിച്ചു തരാമായിരുന്നു. അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നേപ്പാൾ ടൂറിസം ബോർഡിന്റെ അടുത്ത് എത്തി. ഇവിടെ നിന്നാണ് നമ്മൾ പെർമിറ്റ് എടുക്കാനുള്ളത്. പക്ഷെ ഇവിടെ ഇന്ന് സൺഡേ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ വി ഡോണ്ട് നോ ദാറ്റ്. നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം. പൊക്കാരയുടെ നേപ്പാൾ ടൂറിസം ബോർഡ്. ഇവിടെ നമ്മൾ പെർമിറ്റ് എടുത്തിട്ടുണ്ട്. കഞ്ചു എടുത്തിട്ടുണ്ട്. കഞ്ച് കാണിക്കോ ഒന്ന്? യെസ്. സോ അവളും എടുത്തിട്ടുണ്ട്. കൂടെ ഉള്ള ഒരാളും എടുത്തിട്ടുണ്ട്. ഞാനും എടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും കാണണ്ട നിങ്ങൾ. ഇതാണ് കേട്ടോ. ഇവിടെയാണ് നമുക്ക് വന്നിട്ട് എടുക്കാനുള്ളത്. ഇവിടെ വന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 rupees ആണ്. അല്ലാതെ നമ്മൾ ഈ ട്രാവൽ അല്ലാതെ
ഈ ഏജൻസി വഴിയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ 1500 2000 ഒക്കെ ബഡ്ജറ്റ് വരും. പക്ഷെ ഇവിടെ വന്നെടുക്കാമെന്ന് കേട്ടോ. കാരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരു 30 മിനിറ്റ്സ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ നടന്നു വരാം. 10 മിനിറ്റുകൾ നടക്കണം, ആ ഒരു ഫീൽ നമുക്ക് വരത്തില്ല. സോ ഇവിടെ വന്നെടുക്കാൻ നോക്കുക വരുന്നവർ. സോ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. പറയുമ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കും 4 മണി വരെ 4 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത്തിരി സ്പീഡ് കൂടി. മാത്രമല്ല എൻ്റെ കയ്യിൽ ഫോട്ടോ ഇല്ല, കാരണം ഇതിൽ പറഞ്ഞേക്കുന്ന 2 പാസ്പോർട്ട് സൈസാണ്. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഒരു പാസ്പോർട്ട് സൈസും 4 സ്റ്റാമ്പും ഉള്ളത്. ഞാനെന്താ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് ഫോട്ടോ എടുത്തിട്ട് അവർ മെയിൽ അയച്ചു. പക്ഷേ കോമഡി എന്താന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഫോട്ടോ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അതായത് മാർച്ച് 1 മുതൽ നമുക്ക് ഫോട്ടോയുടെ ആവശ്യം വരുന്നില്ല. ഇവരുടെ പെർമിറ്റ് എന്ന് പറയുന്നത് യെല്ലോ കളറാണ്. നേരത്തെയൊക്കെ വൈറ്റ് ആയിരുന്നു. ഡിജിറ്റൽ കോപ്പി സ്കാൻ ചെയ്ത് നമ്മൾ ആ ഫോമിൽ കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഫോട്ടോ എടുത്ത വെറുതെ, കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഫോട്ടോ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതെനിക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി. പക്ഷെ വെറുതെ വന്ന് നേപ്പാളിൽ വന്ന് 2 ഫോട്ടോ എടുത്തു. കുഴപ്പമില്ല, നേപ്പാളിൽ വന്ന് ഫോട്ടോ എടുത്തിട്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പെമ്പിള്ളേർ ഇവിടത്തെ. യു റിയലി തിങ്ക് ഇത് ഇവിടത്തെ ആണെന്ന്? ഇവിടത്തെ അല്ല, എന്നാലും എന്തായാലും അപ്പുറവും ഇപ്പുറവും എവിടെ തിരിഞ്ഞാലും ഇടുക്കും. You might think we guys are bi or lesbian, but we are not. We just appreciate it, Yeah. right? More than men. That's all. സോ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. നമ്മൾ നേരത്തെ കുറെ അടുത്ത് കുറെ റേറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് റെയിൻകോട്ട് മേടിച്ചു, അത് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്ക് കവറും കൂടെ നോക്കണം. ബാക്ക് കവർ നോക്കിയപ്പോഴത്തേക്കും പലയിടത്തും പല റേറ്റാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഇവൾക്ക് കാലിലിടുന്ന മറ്റെന്താണ് നീ കംപ്രഷൻ തിങ്ങി, അത് വാങ്ങണം. പിന്നെ വേറെ സ്റ്റഫ് നോക്കണം, അതെങ്ങനെയാണെന്നൊരു പിടിയില്ല. ഇതൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. സോ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. Guys, looks so cute. കണ്ടോ നിങ്ങൾ? ഇവിടെ എല്ലാ ഷോപ്പിലും ഇത് കാണും കേട്ടോ ഗൈസ്. ഗൈസ്, അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഇവിടേക്കാണ് കയറിയത്. കുറച്ച് കഫേ ടൈപ്പ്, കുറച്ച് ലുക്ക് ഉണ്ട്. ഹായ്. സോ എന്താ ഫ്രൈഡ് റൈസ് ആണോ? എനിക്ക് ഫ്രൈഡ് റൈസ്, 1 വെജ് ഫ്രൈഡ് റൈസ്. You can sit there. ഓക്കെ, You can. ഇതാണ് കേട്ടോ കുട്ടി ആംബിയൻസ് ആയിട്ടുള്ള ഒരു കുട്ടി കഫേ. ഗൈസ്, ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതാണ് ചിക്കൻ തുപ്പ. Okay. പിന്നെ ഒരു ഐറ്റം കൂടെ വരാണ്ടേ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രക്കിങ്ങിന് പോകാനായിട്ട് ABC പോകാനായിട്ടുള്ള സാധനങ്ങളും ബാക്കി വാങ്ങാനുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ തിരിച്ച് എപ്പോൾ ഇറങ്ങിയതാണ്? നമ്മൾ ഒരു ഉച്ചയ്ക്കായപ്പോൾ ഇറങ്ങിയ, റൂമിൽ വന്ന് ഫുഡും കഴിച്ച് ഇറങ്ങിയതാണ്. സോ തിരിച്ച് നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. സോ ഈ ഒരു വ്ളോഗ് ഇത്രേ കാണത്തുള്ളൂ. ബാക്കി വിശേഷങ്ങൾ, അതായത് ABCയുടെ വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വ്ളോഗ് കാണണം. സോ അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ ബൈ.